ഉറക്കമുണരുമ്പോ അതിന് വിശക്കില്ലേ? ഇവിടുന്ന് എങ്ങനെ താഴേക്ക് കൊണ്ടുവരിക? ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തീർന്നു. നീയേ വലിയ വർത്തമാനം പറയാതെ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുപോടി. നിന്നോട് കൊണ്ടുവരാനാ പറഞ്ഞത്. ആ, ഞാനിപ്പോ കൊണ്ടുവരാം. മഹേന്ദ്രനോട് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടതാ. എനിക്കൊരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി. ആരുടെ ഹാർട്ടാണ് ശിവന് വെച്ചിരിക്കുന്നത്? എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. ശരി, ഡോക്ടർ പറയുന്നില്ലെങ്കിൽ പറയണ്ട. എനിക്കെന്റെ വഴി നോക്കാലോ. രേഷ്മ എടുക്കുന്നില്ലല്ലോ. മെസ്സേജ് അയക്കാം. പേടിക്കണ്ട, എന്ത് സഹായത്തിന് ഞാനുണ്ടാവും. ഇവിടുന്ന് ഡിസ്ചാർജ് ആയി പോയാലും എന്നെ വിളിച്ചാൽ മതി. അല്ല, അമ്മയുടെ ഫോൺ നമ്പർ ഉണ്ടല്ലോ അല്ലേ? ആ അതെ മോനെ. എന്തു പറ്റി ശാലിനി? ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ വേദന കുറവുണ്ടാവും. നിങ്ങൾ മരിച്ചുവെന്ന് കരുതുന്നയാൾ മരിച്ചിട്ടില്ല. അയാളുടെ ജീവന്റെ തുടിപ്പ് ഈ അന്തരീക്ഷത്തിൽ കാണുന്നുണ്ട്. എങ്ങനെയാ ഈ കൊച്ചിനെ കൊണ്ട് കൊടുക്കുക? കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞാ എല്ലാവരും എന്റെ നേർക്ക് വരില്ലേ? എന്താ എന്താ കിടന്ന് വിളിക്കുന്നേ? ഞാനേ ഈ വീടിന്റെ പടിപ്പുരയുടെ മുന്നിലെത്തിയിട്ടുണ്ട്. ഇപ്പോഴേ എന്തിനാ വന്നേ? ഞാനാണെങ്കിൽ കുഞ്ഞിനെ കുളിപ്പിച്ചതേ ഉള്ളൂ. കുളിപ്പിക്കുകയോ കുളിപ്പിക്കാതിരിക്കോ അതൊക്കെ നിന്റെ ഇഷ്ടം. എനിക്കിന്ന് ആ കുട്ടിയെ കൊടുക്കണം. എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. ദേ, ഒരുമാതിരി പോക്കൃത്തനം എന്നോട് പറയരുത്. നീ കൊച്ചിനെ എടുത്തു തരാന്ന് പറഞ്ഞില്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളിത് എവിടെയാ ഇതൊക്കെ പറയുന്നേ? ആരെങ്കിലും കേട്ടാ എന്തായിരിക്കും? അത് ശരി. ദേ ശാന്തേ, എനിക്കൊന്ന് കൊച്ചിനെ കിട്ടണം. ഇല്ലെങ്കിൽ അറിയാലോ, എന്റെ തടി വെള്ള പുതപ്പിച്ച് നമ്മുടെ വീടിന്റെ വാതിക്കല്ല് നീ കിടത്തുമല്ലേ? അതാണ് നിന്റെ ആഗ്രഹം. എന്റെ എരിയുന്ന പട്ടട, അതാണ് നിനക്ക് ഇപ്പൊ ആവശ്യം. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ കുഞ്ഞിനെ ഒന്ന് ഓർക്കട്ടെ. എപ്പോഴും എന്നെ ഇങ്ങനെ കിടന്ന് വിളിക്കല്ലേ? ഹലോ 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 ശാന്തേ, ഇത് എന്നെയും കൂടി കൊലയ്ക്ക് കൊടുക്കുമെന്നാ തോന്നുന്നത്. ഇന്ന് കൊച്ചിനെ എന്റെ കൈ കിട്ടാതെ ഈ രാജേന്ദ്രൻ ഇവിടുന്ന് പോവില്ല.
ശോ, ഇതെന്തൊരു ശല്യോ. എന്തുവാ നിങ്ങൾക്ക് വേണ്ടത്? നീ എന്താടി കാര്യം പറഞ്ഞ മുമ്പേ കട്ട് ചെയ്ത്? കുറുക്ക് പോലും കഴിച്ചിട്ടില്ല കുഞ്ഞ്. അതിനെ ഞാൻ എങ്ങനെയാ കൊണ്ടുവന്ന് തരിക? ഉറക്കമുണരുമ്പോ അതിന് വിശക്കില്ലേ? ഇവിടുന്ന് എങ്ങനെയാ താഴേക്ക് കൊണ്ടുവരിക? ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തീർന്നു. നീയേ വലിയ വർത്തമാനം പറയാതെ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുപോടി. നിന്നോട് കൊണ്ടുവരാനാ പറഞ്ഞത്. ആ, ഞാനിപ്പോ കൊണ്ടുവരാം. എന്റെ പൊന്നു മോളെ, നീ എന്നോട് ക്ഷമിക്കണേ. ഏയ്, ഇങ്ങ് വാ. 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 അച്ഛോ, ഇതാരാ ഇത്? വാവേ, എന്തൊക്കെ ചെയ്തു എന്ന്? ഓ ഓ ഉം. എനിക്കിപ്പോ ഇവളെ കാണാതെ അവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ചുര ഇവളുടെ കളിയും ചിരിയും എല്ലാം മനസ്സിലുണ്ട്. ഇതിപ്പോ എന്റെ ചേച്ചിയുടെ മോളല്ല, എന്റെ മോള് തന്നെയാ. അല്ലെങ്കിലും മിക്ക കുട്ടികൾക്കും അമ്മയേക്കാൾ ഇഷ്ടം കുഞ്ഞമ്മയോടായിരിക്കും. ഇതും ചിലപ്പോ കുഞ്ഞമ്മ മോളായിരിക്കും. ഇവളുടെ അമ്മയ്ക്ക് ഇവളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കുക. ദേ, അമ്മ കാണിച്ചു തരുമൊക്കെ ചെയ്യാം. പക്ഷേ ഞാൻ പോരുമ്പോ എന്റെ കൂടെ ഇങ്ങ് പോന്നേക്കണം കേട്ടോ. നീ ഇല്ലെങ്കിലേ കുഞ്ഞമ്മയ്ക്ക് ഇപ്പൊ ഉറക്കം വരൂല. നമുക്കകത്ത് പോ. അകത്ത് പോയിട്ടേ നമുക്ക് ചാച്ച ഉറങ്ങാം. ശാന്തേച്ചി ഒന്നിങ്ങി വന്നേ. ആ